ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷമായിരിക്കണം. 2024 ജൂലൈ 30 ഇത് സംഭവിച്ചത്. അന്ന് 420 ആളുകളാണ് മരിച്ചത്. 397 ആളുകൾക്ക് പരിക്കുകളുണ്ടായി. 47 ആളുകളെയാണ് കാണാതെ പോയത്. ഏകദേശം 1200 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പം ഒരുപാട് ന്യൂസ് മീഡിയക്കാരും സെലിബ്രിറ്റീസും പിന്നെ ഗവൺമെൻറ്റും മറ്റു കുറേ ആളുകളൊക്കെ ഒരുപാട് സഹായവും വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ സഹായ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഒരുപാട് ചർച്ചയായിരുന്നു അന്ന് ഈ വയനാട് ചൂരൽമല ദുരന്തം. നമ്മുടെ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധി വരെ വന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ ഇതിന് ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒന്നായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് 2024 വയനാട് ചൂരൽമല ലാൻഡ്സ്ലൈഡ്. ഇനി അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് ഈ വരുന്ന ജനുവരിയിൽ എല്ലാവർക്കും വീടുകൾ കൊടുക്കുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇതിനെപ്പറ്റി പിന്നീടൊന്നും ന്യൂസുകളൊന്നും ഒരു മീഡിയ പോലും ചർച്ച ചെയ്തിട്ടില്ല. അവിടെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതോ പുരോഗമനം ഉണ്ടാകുന്നുണ്ടോ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വാർത്ത ഒരു ചർച്ച പോലും ഒരു മീഡിയക്കാരും ആരും ചെയ്തിട്ടില്ല. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ഇനിയും തുടർന്ന് ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളം ഇന്ത്യയിലെ ഒരു കറിവേപ്പിലയായ സംസ്ഥാനമായി മാറുകയാണെന്നും എനിക്ക് സംശയം തോന്നുന്നുണ്ട്.